CPM സർക്കാരും സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഈ കാലത്ത് അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ SFI നടത്തുന്ന പോരാട്ടം എന്താണ്? ഈ സർക്കാരിനെയും പാർട്ടിയെയും കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല. സാധാരണ പ്രവർത്തകരോ അണികളോ ചെയ്യുന്ന ഒറ്റപ്പെട്ട ആക്രമണങ്ങളുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ആ പണി ഏറ്റെടുത്ത് നടത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന ആളുകളാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കാൻ നേതൃത്വം നൽകിയത് കോളേജ് ഭാരവാഹികളും നേതാക്കളും. സംഘടനയും സർക്കാരും CPM-ഉം ആ കുറ്റവാളികളെ തള്ളിപ്പറഞ്ഞിട്ടും SFIയുടെ നിരപരാധിത്വം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാതിരിക്കാൻ കാരണം ഏറിയും കുറഞ്ഞും അണികളും നേതാക്കളും അങ്ങനെയാണെന്ന തോന്നൽ രൂപപ്പെട്ടതുകൊണ്ടാണ്. SFI ഉണ്ടായി ഇതുവരെ ഇല്ലാത്ത വിധം ക്യാമ്പസുകളിൽ നിന്ന് തിരിച്ചടി നേരിട്ടതും അതുകൊണ്ടാണെന്ന് കാണാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം മാർ ഇവാനിയോസ്, ഏറ്റവും ഒടുവിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇടതുകോട്ടകളിലെല്ലാം KSU MSF സഖ്യം മുന്നേറ്റമുണ്ടാക്കി. എന്നിട്ടും അവിടം കൊണ്ട് നിർത്തിയോ SFI? കൊയിലാണ്ടി കോളേജിലെ പ്രിൻസിപ്പളുടെ മുഖത്തടിച്ചും പിറ്റേന്ന് കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും അവർ പോരാട്ടം നിർബാധം തുടരുകയാണ്. എതിരാളികളെ മുറിയിലിട്ട് തല്ലിയും കോളേജുകളിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയും ജീർണിച്ച രാഷ്ട്രീയം അതുപോലെ പിന്തുടരുകയാണ്. എങ്കിലും രംഗണ്ണന് അമ്പാനുള്ളതുപോലെ കൊള്ളരുതായ്മകളുടെ അറ്റത്തെത്തിയാലും SFIക്ക് മുഖ്യമന്ത്രി ഉണ്ടെന്നതാണ് ധൈര്യം. ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്. 35 ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത് സത്യമാണ്. KSUവിന്റെ അക്രമ രാഷ്ട്രീയത്തോട് പൊരുതി സർഗാത്മകമായി ഉയർന്നു വന്നത് തന്നെയാണ് SFI. പക്ഷേ ആ പോരാട്ട ചരിത്രത്തിന്റെ കുളിർമയിൽ നിങ്ങൾക്കിങ്ങനെ എത്ര കാലം നിലനിൽക്കാനാകും? അതുകൊണ്ടാണ് SFIയിലെ ചില പ്രവണതകൾ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പറയേണ്ടി വന്നത്. ഇടതുപക്ഷമെന്ന വാക്കിന്റെ അർത്ഥവും ആഴവും ആ സംഘടനയ്ക്ക് അറിയില്ലെന്ന് ബിനോയ് വിശ്വം ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ഒന്നും പറയാനില്ല. പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങളെയൊക്കെ ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണും. ഏതൊരാൾക്കും ഞങ്ങൾ ഈ വിമർശനത്തിന് അതീതരൊന്നുമല്ല. ഞങ്ങൾ എല്ലാ വിമർശനത്തെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തിരുത്താനും ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിൻ്റെ അജണ്ടയ്ക്ക് തല വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത്.